ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ഡയറി, അതായത് ക്ഷീരോത്പാദനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു ടെക്നിക്കൽ സൂപ്രണ്ടിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1/2025 ഇത് വന്നിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ്. KCMMF ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. ഈ ഒരു വേക്കൻസിയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 424/2024 ഇത് നമുക്കറിയാം. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കാണിക്കും, നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇക്വലൻസി വെച്ചും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കമ്പനി എന്ന് പറയുന്നത് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന PSC റിക്രൂട്ട് ചെയ്ത് വിടുന്നത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് KCMMF ലിമിറ്റഡിലേക്കാണ്, മിൽമയിലേക്കല്ല. ഇനിയും ഇതിന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ഡയറി എന്നൊരു പോസ്റ്റാണ്. ഇതിന്റെ സ്കെയിൽ പേ എന്ന് പറഞ്ഞാൽ 36,460 രൂപ മുതൽ 73,475 അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു തസ്തികയാണ്. ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസി ഒരെണ്ണമാണ് നിലവിലുള്ളത്. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് എക്സാം വഴി തന്നെയായിരിക്കും ഇത് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായപരിധിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. സാധാരണ 36 കാണാറ്, ഇതിൽ 40 വരെ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ യോഗ്യത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി, ഈ രണ്ട് മേഖലകൾ, അതായത് സയൻസ് എന്നോ ടെക്നോളജി എന്നോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുണ്ടെങ്കിൽ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ ടെക്നോളജി എന്നോ സയൻസ് എന്നോ ആണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ബാർ ഇട്ട് തന്നെ നമ്മളത് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ എടുത്ത് പറയാം. അതായത് ഡിപ്ലോമയോ ഡിഗ്രിയോ ഡയറി സയൻസിലോ ഡയറി ടെക്നോളജിയിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യോഗ്യത. അപ്പോൾ ഈ നിർദ്ദിഷ്ട യോഗ്യതയുള്ളവര് ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഒരു വേക്കൻസി ആണ് എന്ന് കരുതി ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം നിലവിലൊരു വേക്കൻസി ആണെങ്കിൽ പോലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാമിനേഷന്റെ ഡേറ്റ് ഒക്കെ എത്തുമ്പോൾ ഈ വേക്കൻസി ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് എടുത്തു പറയാം. മാത്രവുമല്ല, ഇതൊരു സ്പെഷ്യലിസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും. ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ ഒരു വേക്കൻസി എന്ന് കരുതി ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. ഇത് യോഗ്യതയുള്ളവരെല്ലാം അപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.